ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ വിനീഷ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ എപ്പോഴും കേൾക്കുന്ന കുറച്ച് കമൻസിന് നിങ്ങളോട് ഒന്ന് ഉത്തരം നൽകാനാണ്. വീട്ടമ്മയാണ്. അപ്പോൾ ആ വീട്ടമ്മയാവും എനിക്ക് കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെയാണ് ഒരു വീട്ടമ്മയ്ക്ക് ഒരു സക്സസ്സിലേക്ക് എത്താൻ സാധിക്കുന്നത്? അതായത് PSC എക്സാംസ് ആയിക്കോട്ടെ, കേറ്ററ്റ് എക്സാം ആയിക്കോട്ടെ, പലവിധ എക്സാംസ് പലരും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഈ എക്സാമിലൊക്കെ നമ്മൾ എന്താഗ്രഹിക്കുന്നത് ആ എക്സാമിൽ വിൻ ചെയ്യുക എന്നുള്ള കാര്യമാണ്. അപ്പം നമുക്കറിയാം, മത്സര പരീക്ഷകളിലേക്ക് അല്ലെങ്കിൽ ഒരു പരീക്ഷയിലേക്ക് എത്തുമ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മത്സര പരീക്ഷ എന്ന് പറയുന്നത് പരീക്ഷിക്കപ്പെടുന്നത് കാലമാണ്, അല്ലേ? അപ്പം നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാകുന്ന ഒരു കാലയളവായിരിക്കും. പ്രത്യേകിച്ച് നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവണം. നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മളോടൊപ്പം കുറച്ച് പേരുണ്ടാകും. അവരും നമ്മളെ എന്തായിരിക്കും, സ്വാഭാവികമായും അവരും കടന്നു പോകുന്നത് ഇതേപോലുള്ള ചോദ്യങ്ങളുമായിട്ടായിരിക്കും. ജോലിയായില്ലേ, അല്ലെങ്കിൽ ആ എക്സാം ക്ലിയർ ചെയ്തില്ലേ എന്നുള്ള കുറേ ചോദ്യങ്ങൾ ആ ആൾക്കാരും ഫേസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് മിക്കവരും ആ പ്രഷർ നമുക്ക് തരികയും ചെയ്യും, അല്ലേ? അപ്പം ഈ ഒരു കാലത്തെ നമുക്കെങ്ങനെ അതിജീവിക്കാം, ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത്. ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതേപോലുള്ള കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പം ഇന്ന് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ള, നമ്മുടെ ഒരു വാല്യൂ ഉണ്ട്. ആസ് എ പേഴ്സൺ എനിക്കൊരു വാല്യൂ ഉണ്ടായിരിക്കും, അല്ലേ? ആ വാല്യൂ ആസ് എ പേഴ്സൺ നമ്മൾ തിരിച്ചറിയുക. ഇപ്പം നിങ്ങളെന്താ ചിന്തിക്കുന്നത്? ഞാനൊരു വീട്ടമ്മയാണ്, ഞാൻ എന്ത് കാര്യം ചെയ്യുന്നു, വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, അത് ആരും അഭിനന്ദിക്കുന്നൊന്നുമില്ല, അല്ലേ? അപ്പം എനിക്കെന്ത് വാല്യൂ ആണുള്ളത്? ഒരിക്കലും അങ്ങനല്ല കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാത്തിടത്തോളം കാലം മറ്റൊരാൾക്കും അത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നു, ചെറുതും വലുതുമായ ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ആ വാല്യൂസ് നിങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങൾ എന്ത് സ്വയം ചെയ്താലും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ്, അല്ലേ? ഫുഡ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മക്കളെ നോക്കുന്നു, മക്കളെ പഠിപ്പിക്കുന്നു, പാരൻസിനെ നോക്കുന്നു, ഇൻലോസിനെ നോക്കുന്നു. ഇതൊക്കെ ചിലപ്പോൾ മറ്റു പലർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം, അല്ലേ? നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടായിരിക്കാം മക്കൾ സ്കൂളിൽ പോകുന്നത്, അല്ലേ? ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളീ കൊടുക്കുന്ന വാല്യൂ ആസ് എ പേഴ്സൺ നിങ്ങൾ കുടുംബത്തിന് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നിങ്ങൾക്ക് ഉള്ളിൽ മതിപ്പുണ്ടാവണം. അങ്ങനെ രക്ഷപ്പെട്ടു. ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് സന്തോഷകരമാകും, അല്ലേ? അത് ഇല്ലാത്തവർ അതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? എങ്കിൽ മാത്രമേ നമ്മൾ അടുത്തൊരു പ്രോസസ്സിലേക്ക് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെറിയ ചെറിയ പ്രവർത്തികൾ ചെയ്യുമ്പോൾ വെൽ ഡൺ, നല്ലതാണ്, അത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു ചെറിയ മിഠായി ആകാം, അല്ലെങ്കിൽ ഒരു ഫ്ലവർ നമുക്ക് കൊടുക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരു സെൽഫ് ടോക്ക് ആകാം, വോട്ടെവർ, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ മൂല്യത്തെ പറ്റി പറഞ്ഞു. നമുക്കെല്ലാവർക്കും മൂല്യമുണ്ട്, അത് നമ്മൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞു. നമ്മളുടെ മൂല്യം അല്ലെങ്കിൽ നമുക്കൊരു കഴിവുകൾ ആദ്യം നമ്മളാണ് തിരിച്ചറിയേണ്ടത്, അല്ലേ? നിങ്ങളിൽ കഴിവുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുടെ ആ കഴിവിൻ്റെ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സാധനമാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ്, അല്ലേ? നമ്മൾ പഠിച്ചു, നമ്മൾ പലവിധ എക്സാംസ് ക്ലിയർ ചെയ്തു, ഈ ലെവല് വരെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് അതാണ് നിങ്ങളോട് പറയുന്നത്. നിൻ്റെ കഴിവിൻ്റെ മാനദണ്ഡം തന്നെയാണ്. സാധാരണ നമ്മളൊരു മത്സര പരീക്ഷയിലേക്ക് എത്തുമ്പം നമുക്ക് ആ ക്വാളിഫിക്കേഷൻ ഉണ്ടായതുകൊണ്ടല്ലേ ആ പരീക്ഷ അപ്പിയർ ചെയ്യാൻ പറ്റുന്നത്. എത്രയോ പേര് ഇതൊന്നുമില്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കഴിവിൻ്റെ മാനദണ്ഡമുണ്ട്, നിങ്ങൾക്കൊരു കഴിവുണ്ട്, അത് കൃത്യമായി തന്നെ മനസ്സിലാക്കുക. ഇനിയും എനിക്കിതുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും നമുക്ക് ജോലി തരുമോ? ഒരിക്കലുമില്ല. നമുക്കൊരു കഴിവുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്? അതിനെ നമ്മൾ ഷാർപ്പൺ ചെയ്യണം, അല്ലേ? ആ ഷാർപ്പൺ ചെയ്യും. ചില ചിത്രകാരന്മാരായാലും എഴുത്തുകാരായാലും പാട്ടുകാരായാലും എന്താ ചെയ്യുന്നത്? അവരുടെ കഴിവ് അവരെല്ലാ ദിവസവും സാധകം ചെയ്യും, അല്ലേ? അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ പാടി, രണ്ടാമത്തെ ദിവസം ഞാൻ പാടാതിരുന്ന, അല്ലെങ്കിൽ ഒരു മാസക്കാലം പാടാതിരുന്നാലോ ആ പാട്ടുകാരൻ അങ്ങനെയാകുമോ? അതിന് ബാക്കിൽ അവർക്കൊരു എത്രയോ എഫേർട്സ് ഉണ്ടായിരിക്കും. അത് നമുക്കും വേണം, അല്ലേ? അതെങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരിക?
അവിടെ നിങ്ങളിപ്പോൾ പറയാൻ പോകുന്ന എക്സ്ക്യൂസ് ഞാൻ പറയട്ടെ. ആദ്യത്തെ എക്സ്ക്യൂസാണ് സമയം. എനിക്ക് സമയമില്ല. ആ എക്സ്ക്യൂസ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എനിക്ക് സമയമില്ല എന്ന് പറയുമ്പം മിനിമം ഒരു 7 മണിക്കൂർ നിങ്ങൾ ഉറങ്ങി എന്ന് വിചാരിക്കേ. 7 മണിക്കൂർ, ഓക്കെ. അത് കഴിഞ്ഞ് നിങ്ങളൊരു 8 മണിക്കൂർ നിങ്ങളുടെ പഠനം അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണോ കഴിവ് അതിനു വേണ്ടി ചിലവാക്കി. എന്താ പറയുന്നത്? 8 മണിക്കൂർ പോയിട്ട് 8 മിനിറ്റ് എനിക്കില്ല എന്നായിരിക്കും മിക്കവരും പറയുക. ഒരിക്കലല്ല കേട്ടോ, 7ഉം 8ഉം കൂട്ടിയാൽ 15 മണിക്കൂറേ ആവത്തുള്ളൂ. 24 - 15 നമ്മുടെ കയ്യിൽ എത്ര മണിക്കൂറുണ്ട്? 9 മണിക്കൂറുണ്ട് അല്ലേ? നമ്മുടെ കയ്യിലുള്ള ഈ 9 മണിക്കൂർ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. നമ്മുടെ ഫാമിലിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും? നമ്മുടെ മക്കളെ പഠിപ്പിക്കാനുണ്ടാവും, നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുണ്ടാകും, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. 9 മണിക്കൂർ കൊണ്ട് നമുക്ക് തീരുന്ന പ്രവർത്തികളല്ലേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ നമ്മൾ നമ്മുടെ സമയത്തെ കൃത്യമായി ഉപയോഗിക്കാൻ പഠിക്കുക. എന്ന് നിങ്ങൾ നിങ്ങളുടെ സമയത്തെ കൃത്യമായി ഉപയോഗിക്കാൻ പഠിച്ചു തുടങ്ങുന്നു, അന്ന് മാത്രമായിരിക്കും നമുക്ക് സക്സസിൻ്റെ ഒരു പടി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എക്സ്ക്യൂസിൽ നിന്ന് പരമാവധി മാറി നിൽക്കുക അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ സമയമില്ല എന്നുള്ള പരാതി എവിടെ നമ്മൾ കൊടുത്താലും നമ്മുടെ സമയമില്ല എന്നുള്ള പരാതികൾ ഈ പറയുന്ന 8 മണിക്കൂർ പൂർണ്ണമായും ഇരിക്കണമെന്നൊന്നുമല്ല. നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ഉണ്ടാകും, നമുക്ക് അവിടെ വെച്ച് പഠിക്കാൻ സാധിക്കും അല്ലേ? നമ്മുടെ ഇഷ്ടമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കുമ്പം നമ്മൾ ആദ്യം ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രഗിൾ എന്താണ്? കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതിന് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു ടൈം ടേബിളാണ്. കൃത്യമായൊരു ടൈം ടേബിൾ വേണം. ഈ ടൈം ടേബിൾ എന്തിനാണ്? ടൈം ടേബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ത്? നമ്മൾ പഠിച്ചു തീരുന്നതും പഠിക്കാത്തതുമായിട്ടുള്ള സമയങ്ങൾ അല്ലേ? ഞാൻ ഇത്രയും പഠിച്ചു തീർന്നു, ഇത്രയും പഠിച്ചു തീർന്നില്ല എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ടൈം ടേബിൾ വേണം. എങ്ങനെയാണ് ഒരു നല്ല ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക? ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പം ഇപ്പോൾ PSC പരീക്ഷയാണ്, അല്ലെങ്കിൽ കേറ്ററ്റ് എക്സാം ആണ്, അല്ലെങ്കിൽ നെറ്റാണ്, സെറ്റാണ്, വോട്ടെവർ എക്സാം ആയിക്കോട്ടെ, നിങ്ങൾക്ക് കൃത്യമായി അറിയണം നിങ്ങളുടെ കയ്യിലുള്ള സമയം, നിങ്ങളുടെ സിലബസ് എന്താണ് നിങ്ങൾ പഠിച്ചു തീർക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ സോഴ്സുകൾ അല്ലേ? അടുത്തത് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്കിഷ്ടമുള്ള സബ്ജക്റ്റ്, നിങ്ങൾക്കിഷ്ടമല്ലാത്ത സബ്ജക്റ്റുകൾ, ഇവയൊക്കെ അറിയണം. നമ്മൾ ഓരോ ഐച്ഛിക വിഷയം എടുത്ത് പഠിക്കുക എന്നുള്ളതല്ല ഈ മത്സര പരീക്ഷയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്നത്. ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ടാകും അല്ലേ? അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിന് കൊടുക്കുന്ന സമയവും അതിൻ്റെ സിലബസും അതിൻ്റെ മെറ്റീരിയൽസും ഒക്കെ പ്രോപ്പർ ആവണം. പിന്നെ എല്ലാവരും പറയാറുണ്ട് കൺസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, കൺസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാക്ടീസ് ആൻഡ് റിവിഷൻ, ഈ 2 പദങ്ങൾ ഡെയിലി ലൈഫിൽ കൊണ്ടുവരിക. എന്താണ്? തലേന്ന് പഠിച്ച കാര്യങ്ങൾ കൊണ്ടുവരണം, അതോടൊപ്പം തന്നെ മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടൈം ടേബിളിനകത്ത് അത് നിശ്ചയമായിട്ടും വേണം. മനസ്സിലാവുന്നുണ്ടോ? അത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ കാണുമ്പം ഒരു ഭയം ഉണ്ടാകാതിരിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ റിവിഷനും വേണം. മറന്നു പോകുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഒരുപാട് പരിപാടികൾക്കിടയിലാണ് ഇത് പഠിക്കുന്നത്. വീട്ടമ്മയായിരിക്കുമ്പോഴുള്ള സ്ട്രെസ്സ് എല്ലാം നമ്മുടെ മുന്നിലൂടെ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും? സ്ട്രെസ്സിലാകും, കാര്യങ്ങൾ മറന്നു പോകും, ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കണക്റ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കണം. നമ്മൾ ആ സ്ട്രെസ്സ് ലഘൂകരിക്കുന്ന എക്സസൈസുകൾ നിർബന്ധമാക്കുക. എല്ലാ ദിവസവും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ്, വീട്ടുപണി ചെയ്തു എന്ന് മാത്രം പറഞ്ഞിരിക്കരുത്. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതൊരു 20 മിനിറ്റ് നടത്തമാകാം, അല്ല എങ്കിൽ ഒരു യോഗയാകാം, എന്തുമാകാം. പക്ഷെ അതിനു വേണ്ടി ഒരു 20-30 മിനിറ്റ് മിനിമം നിങ്ങൾ കണ്ടെത്തുക. നമ്മൾ പലപ്പോഴും മത്സര പരീക്ഷയിൽ ഈ കൺസിസ്റ്റൻ്റ് എന്നുള്ള വേർഡ് വരുമ്പം നമ്മൾ ചെയ്തു നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ അനുഭവ സമ്പത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷകൾ എഴുതി പരിശീലിക്കുക, അതോടൊപ്പം തന്നെ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കാണുക, ഏതവസരവും മുതലാക്കുക. അതിലൊരു വേക്കൻസിയാണ്. പലരും പറയാറുണ്ട്, അതിലൊരു 3 വേക്കൻസിയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 30 വേക്കൻസിയേ ഉള്ളൂ അല്ലേ? ആ അവസരങ്ങൾ നമുക്ക് തരുന്നത്, നമ്മളൊരു പരീക്ഷ എഴുതുമ്പം നമുക്ക് കിട്ടുന്ന, എപ്പോഴും ഞാൻ പറയാറുണ്ട്, PSC പരീക്ഷയാണെങ്കിലും എന്ത് എക്സാം ആണെങ്കിലും പോയി എഴുതണം.
എഴുതുമ്പോഴായിരിക്കും നമ്മളൊരു 10 പേരുടെ കാര്യങ്ങൾ കേൾക്കുന്നത്. അവരിത്ര വർഷമായിട്ട് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരിത്ര സ്ട്രഗിളിൽ നിന്ന് വരുന്നതായിരിക്കും അവരുടെ ഒരു അച്ചീവ്മെൻറ്റ്സ് കേൾക്കുന്നത്, അല്ലേ? അപ്പം അതിനെ കറക്റ്റായിട്ടും നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് പരീക്ഷകളിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ. ആ അനുഭവങ്ങൾ കൃത്യമായ പാഠങ്ങളാക്കി അടുത്ത ഒരു മത്സര പരീക്ഷ നമ്മൾ അപ്പിയർ ചെയ്യുമ്പം ഇതില്ലാതാക്കുക. എന്താ, നമ്മളിവിടെ ചെയ്ത തെറ്റുകൾ ഇല്ലാതാക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പം നിർബന്ധമായും കൺസിസ്റ്റൻ്റായിട്ട് തന്നെ പരീക്ഷ എഴുതുക. ദെൻ നമ്മളുടെ മെൻ്റൽ സ്ട്രെസ്സിനെ ബാധിക്കുന്നതൊന്നും തന്നെയും പഠനത്തിൽ ഇപ്പം ചില കൂട്ടുകെട്ടുകളുണ്ടാകാം. ചിലർ പറയും 1 or 2 പരീക്ഷ എഴുതി കഴിഞ്ഞ ശേഷം ഞാൻ ഇനി എഴുതുന്നില്ല. നമ്മളും അവരോടൊപ്പം ഇങ്ങി പോരും. ചിലപ്പം അവർ തരുന്ന ഒരു തെറ്റായ ഉപദേശമായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പോസിറ്റീവ്, നിങ്ങളുടെ പ്രോഗ്രസ്സിന് സഹായിക്കുന്ന മാത്രം കാര്യങ്ങളായിരിക്കണം പഠനത്തിൽ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത്. മാക്സിമം അത് നിലനിർത്താനും ശ്രമിക്കുക. നല്ലൊരു മെൻ്റർ സപ്പോർട്ട് വേണോ? തീർച്ചയായിട്ടും എടുക്കണം. കാരണം നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് എന്താണ്? സമയമാണ്, അല്ലേ? ആ സമയത്തിന് വളരെ ചെറുതായിട്ട് ചിലപ്പോൾ സിലബസ് നമ്മൾ നോക്കി പഠിക്കാൻ 7 മാസക്കാലം എടുക്കണമെങ്കിൽ പരീക്ഷ വരുന്നത് 30 ദിവസത്തിനുള്ളിലായിരിക്കും, അല്ലേ? അവിടെ നമ്മൾ ആ ഒരു മെൻ്ററിൻ്റെ സഹായം, അതാരുമാകാം, ആ മെൻ്ററിൻ്റെ സഹായം നമ്മൾ തീർച്ചയായിട്ടും നേടണം. നമ്മൾക്കെല്ലാം അറിയാം. പലപ്പോഴും ഇന്നലെ ഞാനൊരു കുട്ടിയോട് സംസാരിച്ചു. കഴിഞ്ഞ 2 വർഷമായിട്ട് ആ കുട്ടി റിസൈൻ ചെയ്തിട്ട് LPSA UPSA എക്സാമിന് വേണ്ടി പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ മാർക്ക് കിട്ടിയപ്പം എന്നോട് പറഞ്ഞു, വളരെ അതായത് ഒരു 50-40 റേഞ്ചിൽ ആ കുട്ടി എക്സ്പെക്റ്റ് ചെയ്ത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. ആ റേഞ്ചിലേക്ക് ആ കുട്ടി എത്തിയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ മാർക്കിലേക്ക് എത്തിയെന്ന് ഞാനിങ്ങനെ ചോദിച്ചും പറഞ്ഞു, ഇല്ല, എനിക്ക് കോച്ചിങ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഇത് സെൽഫായിട്ട് തന്നെ പഠിച്ച് യൂട്യൂബിലൂടെ നേടിയതാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളതിൽ കാണിച്ച എന്താണ് ഒരു തെറ്റിപ്പോയ തീരുമാനം ഈ മാർക്കിലേക്ക് എത്തപ്പെടാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഞാനിത് കൂടുതൽ സമയവും ഇതിൽ സെർച്ചിങ്ങിന് വേണ്ടിയാണ് കണ്ടെത്തിയത്, സമയം കാണുന്നത്. ഒരു പോർഷൻ കഴിഞ്ഞ് അടുത്ത പോർഷനിലേക്കുള്ള ഒരു ജമ്പിന് തൊട്ട് മുമ്പായിട്ട് ഞാനവിടെ എൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഒരുപാട് സമയം അങ്ങനെ കളഞ്ഞു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എന്നേക്കാളും താഴെയുള്ള കുട്ടികളും നല്ല റാങ്കുകളിലേക്ക് ഇപ്പോൾ എത്തപ്പെട്ടിട്ടുണ്ട്. അത് എനിക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു. ആ തീരുമാനം അവർ 2 വർഷം അവരുടെ കരിയറിലെ വളരെ മികച്ച സമയമെടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ തീരുമാനങ്ങൾ കറക്റ്റാക്കുക, അതാണ് ആദ്യം ചെയ്യാനുള്ളത്. വീട്ടമ്മയായി ഇരുന്ന് എൻ്റെ സിസ്റ്റത്തിൽ കൂടെ ഞാൻ ഇങ്ങനെ പോയി മാത്രം പഠിക്കുമെന്ന് വിചാരിച്ചിരിക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവില്ല. ഇന്ന് ഒരുപാട് ഓപ്ഷൻസ്. ഇപ്പോൾ ഞങ്ങൾ CC ഒക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ക്ലാസ്സുകൾ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്തും ഓപ്റ്റ് ചെയ്യാം, അല്ലേ? അത് പക്ഷേ നിങ്ങൾ എന്തായിരിക്കണം, നിങ്ങളുടെ ടൈം അതോടൊപ്പം തന്നെ നിങ്ങളെ വാല്യൂ ചെയ്യുന്നതായിരിക്കണം. വെറുതെ എന്തെങ്കിലും പഠിച്ച് കുറേ നാൾ പരീക്ഷ എഴുതി തോറ്റുപോയി അങ്ങനെ ട്രൈ ചെയ്യരുത്. അത് കൺസിസ്റ്റൻ്റായിട്ട് തന്നെ പഠനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇനിയും പഠിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ കൺസിസ്റ്റൻ്റ് ആയാലും പഠനം എങ്ങനെ പഠിക്കാൻ വേണ്ടി പഠനത്തിനൊരു സ്ട്രാറ്റജിയുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. പഠനത്തിന് നിങ്ങൾ എന്തൊക്കെ സ്ട്രാറ്റജീസാണ് എടുക്കേണ്ടത്, പഠിക്കാൻ വേണ്ടി എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിനുള്ളൊരു പൊട്ടൻഷ്യലുള്ള ആളാണ്. ഒരു വീട്ടമ്മയായിട്ട് മാത്രം ഒതുങ്ങിക്കൂടെ. ആ ടാഗ് ലൈൻ ഒരിക്കലും ഒരു മോശമൊന്നുമല്ല. നമ്മൾ വീട്ടമ്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലൊരു ടാഗ് ലൈൻ തന്നെയാണ്, അല്ലേ? പക്ഷേ എന്നിരുന്നാലും നമുക്കതിനോടൊപ്പം തന്നെ എല്ലാവരും, ഈ പറയുന്ന എല്ലാ പേഴ്സണും അതിനോടൊപ്പം തന്നെ നിരവധി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിലേക്ക് നിങ്ങളും തിരിച്ചു വരണം. നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. പിന്നീട് ഒരു കാര്യം കൂടെ ഞാനിവിടെ പറയുന്നു. പുതുതായിട്ട് 2025 ആദ്യം തന്നെ നിരവധി വിജ്ഞാപനങ്ങളാണ് വരുന്നത്. ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, TTCക്കാർക്ക്, അതോടൊപ്പം തന്നെ ഡിഗ്രി ഇല്ലാത്തവർക്കൊക്കെ ഇപ്പോൾ LGS എക്സാംസ് നടക്കുകയാണ്, LDC എക്സാംസ് നടക്കുകയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒരു ജോലിയാണ്. ഹൈക്കോടതികൾ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ എക്സാം നടക്കാൻ പോവുകയാണ്. പുതുതായി B.Ed അങ്ങനെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് HSA വിജ്ഞാപനങ്ങൾ വരുന്നു. പലവിധ പരീക്ഷകൾ, BSc ഫിസിക്സ്, BSc കെമിസ്ട്രി പഠിച്ചവർക്കൊക്കെ ഒരുപാട് അവസരങ്ങളുമായിട്ട് കേരള PSCയും SSCയും ബാങ്കും ഒക്കെ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ അവസരങ്ങൾ ഇറങ്ങി തപ്പുക തന്നെ ചെയ്യുക. എവിടെയും പുറത്തു പോയി തപ്പേണ്ട കാര്യമില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ മാത്രം നോക്കിയാൽ മതി. പുതിയ നിങ്ങളുടെ ജോലി സംബന്ധമായ എല്ലാവിധ നോട്ടിഫിക്കേഷനും അറിയാനായിട്ട് ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പുകളും ഒക്കെ അവൈലബിൾ ആണ്, വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ അതിൽ അംഗമാകുക. എല്ലാവിധ ജോബ് വേക്കൻസീസും നിങ്ങൾക്ക് അതിൽ അറിയാൻ സാധിക്കും. ഇനിയും
പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർ എന്ത് തരം എക്സാം ആകട്ടെ നിങ്ങൾക്കും പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്കും വീട്ടിലിരുന്ന് ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. അത് മനസ്സിലാക്കുക, മുന്നോട്ട് വരിക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.